ഏറെ സ്നേഹമുള്ളവരെ, പ്രത്യാശയുള്ളത് കൊണ്ട് നിനക്ക് ആത്മവിശ്വാസമുണ്ടാകും. നീ സംരക്ഷിക്കപ്പെടുകയും സുരക്ഷിതനായി വിശ്രമിക്കുകയും ചെയ്യും. ജോബിന്റെ പുസ്തകം 11-ാം അധ്യായം 18-ാം തിരുവചനം. ഒരിക്കൽ ഒരു രാജാവ് ആശാരിയോട് ഒരു മണിമഞ്ചം പണിയാൻ നിർദ്ദേശിച്ചു. ആശാരി വീട്ടിലെത്തി 5 ദിവസത്തേക്ക് മൗനമായി ആരോടും ഇടപെടാതെ ചെലവഴിച്ചു. അതിനുശേഷമാണ് കാട്ടിലേക്ക് പുറപ്പെട്ടതും മനസ്സിനിണങ്ങിയ വൃക്ഷം കണ്ടെത്തി അത് വെട്ടിയെടുത്ത് മണിമഞ്ചം തയ്യാറാക്കിയതും. രാജാവിന് വളരെ സന്തോഷമായി. ഈ വിജയത്തിന്റെ രഹസ്യമെന്തെന്ന് നിർബന്ധിച്ച് ചോദിച്ചപ്പോൾ ആശാരി പറഞ്ഞു, 3 ദിവസത്തേക്ക് ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ ഈ ലോകത്തിൽ നിന്ന് വേർപെടുത്തി ഏകാഗ്രമാക്കി. 2 ദിവസം പ്രതിഫലത്തെക്കുറിച്ചും വിമർശനത്തെക്കുറിച്ചുമുള്ള എല്ലാ ചിന്തകളും ഒഴിവാക്കി. അതിനുശേഷം കാട്ടിലേക്ക് പുറപ്പെട്ടു. ഇഷ്ടപ്പെട്ട വൃക്ഷം കണ്ടെത്തുന്നതുവരെ തിരഞ്ഞു. പിന്നീടാണ് അത് പണി ആരംഭിക്കുന്നത് തന്നെ. സ്നേഹമുള്ളവരെ, ഏകാഗ്രത, മനസ്സിന്റെ ഏകാഗ്രത പഠിക്കുന്ന കുട്ടികൾക്ക് വേണം, ജോലി ചെയ്യുന്നവർക്ക് വേണം, ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുന്നവർക്ക് വേണം. ദൈവത്തോട് ചേർന്ന് നാം മുന്നേറുന്നതായാൽ ദൈവം നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. ഏകാഗ്ര മനസ്സ്, അതാണ് വിജയത്തിന്റെ അടിസ്ഥാനം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും വചനത്തോട് ചേർന്ന് ദൈവത്തിൽ ആശ്രയിച്ച് നമ്മുടെ കഴിവുകള് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു ജീവിതം സ്വന്തമാക്കാൻ പരിശ്രമിക്കണ്ടേ? വിജയം നിശ്ചിതമാണ്. നമുക്ക് ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവ ഹൃദയത്തിൽ നമുക്കൊരു സ്ഥാനം നേടിയെടുക്കാം. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ. ആമേൻ.